കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. NDA കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ച് നടത്തി. കോതമംഗലത്തിന്റെ വികസന മുരടിപ്പിനെതിരെ നടത്തിയ മാർച്ച് ലൈബ്രറി റോഡിൽ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസുകാരുമായി സംഘർഷമുണ്ടായി. കോതമംഗലത്തിന്റെ വികസന മുരടിപ്പിനെതിരെ NDA കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോതമംഗലം മുനിസിപ്പൽ ജംഗ്ഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ലൈബ്രറി റോഡിൽ പോലീസ് തടഞ്ഞു. ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ചരിത്രപരമായും സാമൂഹികമായും സാമ്പത്തികമായും വലിയ പ്രാധാന്യമുള്ള ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസുമായി നേരിയ തോതിൽ സംഘർഷമുണ്ടായി. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 3 പേജോളമുള്ള ഈ കുറ്റപത്രത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ കോതമംഗലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എഴുതിക്കൊണ്ട് ഈ MLA ഇനി ഞങ്ങൾക്ക് വേണ്ട, മതിയായി ഞങ്ങൾക്ക് ഈ ഭരണം, ഈ ഇടതുപക്ഷ സർക്കാർ ഈ കോതമംഗലത്തെ കട്ടുമുടിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ സ്വർണം കട്ടവന് വേണ്ടി ഇവിടെ ഓച്ചാനിച്ചു നിൽക്കുന്ന ഈ MLA ഉൾപ്പെടെയുള്ള ആളുകളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകൾ എഴുതിയ കുറ്റപത്രമാണിത്. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് MLAക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി ജനങ്ങൾക്ക് മുമ്പൊക്കെ സമർപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.